ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, ഇന്ന് വന്നിരിക്കുന്നത് കരാട്ടെ എന്ന ബേസിക് ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ്. ഫസ്റ്റ് ക്ലാസ് ആണ് മിസ് ചെയ്തത്. ഇതിനകത്താണ് ബേസിക് ആദ്യം കരാട്ടിലെ കാര്യങ്ങൾ പറയുന്ന ഈ ക്ലാസ് ഫയലിലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മുന്നേല് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റത്തെ കുറച്ച് വാമപ്പ് സെക്ഷനും പിന്നെ അതിനുള്ള നമ്മുടെ പവർ ഇൻക്രീസ് ചെയ്യാനും ഫൈറ്റിംഗ് ടെക്നിക്സ് ഒക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ എന്നും വീഡിയോ കിട്ടുന്നതിനായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമ്മൾ വർക്കൗട്ട് തുടങ്ങുമ്പോൾ ചെയ്യാനുള്ളത് ലെഗും ഹാൻഡും ഒക്കെ നമ്മൾ വർക്കൗട്ടിന് റെഡി ആക്കണം. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു കാലെടുക്കുക, നീട്ടി വെക്കുക, ഓരോ വാല്യം 10 ടൈംസ് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഓരോ കാലെടുത്തിട്ട് നമ്മളെ ലെഗ് റൊട്ടേഷൻ എന്ന് പറയും. കാല് വെക്കുക, 1 2 3 എല്ലാവരും 10 നമ്മൾ ചെയ്യണം ഗൈസ്. 5 6 7 8 9 10. ഇപ്പം നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ചെയ്ത് ഞാൻ അടുത്ത ആന്റി ക്ലോക്ക് വൈസ് ചെയ്യണം. 1 2 3 5 6 7 8 9 10. ഇത് വെക്കുക. അടുത്ത നെക്സ്റ്റ് കാര്യം അതുപോലെ ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഹിപ്പിനുള്ളതാണ്. ഹിപ്പ് റൊട്ടേഷൻ എന്ന് പറയും. നമ്മുടെ ഹിപ്പി പിടിക്കുക, എന്നിട്ട് ജസ്റ്റ് ടേൺ ചെയ്യാം. ഇത് 5 ചെയ്താൽ മതി. അതും ക്ലോക്ക് വൈസ് 5, ആന്റി ക്ലോക്ക് വൈസ് 5. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈ റിസ്റ്റ് ഉണ്ടല്ലോ, റിസ്റ്റ്. ഇതാണ് നമ്മുടെ റിസ്റ്റ് എന്ന് പറയുന്നത്. ഇത്ര ഭാഗം കൈ മുറുക്കുക, തൂക്കുക. 1 2 3 4 ഇതുപോലെ ഒരു 10 ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെഡ് ഫുൾ ആയിട്ടുള്ള നെക്കിനൊക്കെ സ്ട്രെച്ചിങ് ആണ്. ഫസ്റ്റ് കൈ ഹിപ്പ് വയ്ക്കുക, മുകളിലോട്ടും താഴോട്ടും, അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, ഇതും 10 ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചിഹ്ന് ഷോൾഡർ ടച്ച് ചെയ്യണം. ഓക്കെ, അതും 10. നെക്ക് റൊട്ടേഷൻ അതെന്ന് പറയുമ്പോൾ ഹാഫ് റൊട്ടേഷൻ ആണ്. കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ സൈഡിൽ വെക്കുക, ദെൻ ടേൺ ചെയ്ത് കൊണ്ടുപോകുക, വീണ്ടും ടേൺ ചെയ്ത് 1 2. ഇത് നമ്മൾ 10 ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ ഒരു 5 ചെയ്താൽ മതി. 1 2 3 4 5. അപ്പൊ നെക്സ്റ്റ് വാമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കാലിൽ സ്ട്രെച്ച് ചെയ്യുന്നു. അതായത് നമ്മളെ കൈ ഇവിടെ വയ്ക്കുക. ഓക്കെ, ഹെഡിന്റെ പുറകിൽ കൈ ഇങ്ങനെ വയ്ക്കുക. ദെൻ കാല് നല്ല രീതിക്ക് ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ട് ഓക്കെ, ഈ കാല് ശ്രദ്ധിക്കേണ്ടത് അവിടെ ഇരിക്കുന്ന കാല് ഇങ്ങനെ ഇരിക്കരുത്. ഓക്കെ, പൊങ്ങിയിരിക്കാതെ താന്ന് ചരിഞ്ഞിരിക്കണം. ഓക്കെ, 1 ഇതുപോലെ 10. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മള് കാല് സ്ട്രെച്ചിങ്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് കിക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ആദ്യം ഈ എക്സസൈസുകൾ ചെയ്യുക. അപ്പോൾ കാല് അത്യാവശ്യം ഒന്ന് ഫ്രീ ആയിട്ട് വരും. അപ്പം നമുക്ക് സ്ട്രെച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് എല്ലാ ബേസിക്. അപ്പോൾ നമ്മളെല്ലാ ബോഡി മൂവ്മെന്റ്സും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഇനി ഫസ്റ്റ് അടുത്ത് നേരെ പോകുന്നത് പുഷപ്സിലേക്കാണ്. പുഷപ്സ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. മൊത്തത്തിൽ നമുക്ക് ഓപ്പണുണ്ട്, നെക്കിലുണ്ട്, ഫിംഗർ ഉണ്ട്. ആദ്യം ഫുൾ ഫിംഗർ ചെയ്യും. ചിലപ്പോൾ ഫുൾ ഫിംഗർ ചെയ്യാൻ ആദ്യം പറ്റില്ല. വിഷമിക്കണ്ട, താനെ ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. ഞാനും എൻ്റെ കൂടെയുള്ള ആരും ഈ ആദ്യമേ ഒന്നും ചെയ്തില്ല. നമ്മളൊക്കെ ട്രൈ ചെയ്താണ് ഇപ്പോൾ ഇത്രയും. നിങ്ങൾക്കും പറ്റും, എല്ലാവരും കൊണ്ടും പറ്റും. ഇതൊക്കെ നിങ്ങളൊരു മനസ്സ് മാത്രം കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അടുത്ത പുഷപ്പിലേക്ക് കിടക്കാം. ഗൈസ്, ഫസ്റ്റ് പുഷപ്പ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഓപ്പൺ അല്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 10 ചെയ്യാം. അതല്ല ഇനി 10 കൂടുതൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യുക. അതിൽ ഓപ്പൺ പറ്റാത്തവര്, ഓക്കെ, പറ്റാത്തവരാണ് പറയുന്ന കൈയോടെ വയ്ക്കുക. ദെൻ മുട്ട് തറയെ കുത്തുക. ഓക്കെ, കുത്തിയിട്ട് ഇത് ഒരു കാലിലെ വണ്ടിയിൽ മറ്റേ കാലത്ത് വയ്ക്കുക. അതായത് നീ പുഷപ്സ് എന്ന് പറയും. എന്നിട്ട് കാലിന് മുട്ട് ബാക്കിലോട്ട് വയ്ക്കുക. 7 8 9. അപ്പോൾ നമ്മൾ നീ പുഷപ്സ് എന്ന് പറയും. ഇതുപോലെ നിങ്ങൾക്ക് ഫിംഗർ നെക്കിൽ രണ്ടും ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ഫുൾ ആയിട്ട് പറ്റിയില്ലെങ്കിൽ നീ പുഷപ്പ് ചെയ്യുക. നെക്കിൽ ചെയ്യുക. നെക്കിലും പറ്റിയില്ലെങ്കിൽ നീ പുഷപ്സ് നെക്കിൽ ചെയ്യുക. ആദ്യം ഞാൻ ഫിംഗർ പറ്റിയില്ലെങ്കിൽ ഫിംഗർ നീ പുഷപ്സ് തന്നെ ചെയ്യുക. പിന്നെ ചിലപ്പോൾ നീ നിങ്ങൾക്ക് 10 ചെയ്യാൻ പറ്റൂലായിരിക്കും. എന്നാലും നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന എത്രയാണോ
അത്രയും വരെ കറക്റ്റ് ഫോം ചെയ്താൽ മതിയാകും. എന്ന് പറഞ്ഞാൽ നെക്കിൾ കാണിച്ചാൽ നെക്കിളാണെങ്കിൽ ഞാൻ മുമ്പത്തെ വീട് പറഞ്ഞിട്ടു, അതായത് നമ്മൾ നെക്കിൾ പോഷൻ ചെയ്യാൻ നേരത്ത് ഈ നെക്ലസ് ഉണ്ടല്ല, ഈ രണ്ട് നെക്കിൾ നമുക്ക് ഉപയോഗിക്കാവൂ. കാരണം ഈ രണ്ട് നെക്കിൾ നമുക്ക് പഞ്ച് ചെയ്യാൻ നേരത്ത് പഞ്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ രണ്ട് നെക്ലസ് പഞ്ച് ചെയ്യാൻ ഉപയോഗിക്കാവൂ. കാരണം ഈ മിഡിൽ ഫിംഗറിന്റെ നെക്കിളുണ്ടോ, ആ നെക്കിളിൽ ആണ് ഏറ്റവും നമ്മുടെ നെക്ലസിൽ ഏറ്റവും വലുപ്പം കൂടുതലാണ്. ഒരു കാര്യം, ഞാൻ ഫിസിക്സ് കണക്കാണ് കണക്ട് ആയിരിക്കുന്ന ഈ സാധനം. അതായത് നമ്മുടെ ഈ സർഫസ് കൂടുമ്പോൾ എന്താണ് നമ്മളെ പ്രഷറാണ് കുറയണ ചെയ്യുന്നത്. അപ്പോൾ സർഫസ് നമ്മൾ കുറച്ച് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, പ്രഷർ കൂടും. നമ്മൾ കണ്ടിട്ടില്ലേ ഈ കളരിയിൽ കൊണ്ട് ഹാമ്പോ ഇതുപോലെ മർമ്മത്തിൽ കുത്താൻ വേണ്ടി നമ്മൾ ഈ ഫിംഗർ ഇങ്ങനെ പൊക്കി വയ്ക്കും. ഏരിയ പറയാൻ നേരത്ത് പ്രഷർ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇടിക്കുന്നതിന് നല്ല പവർ കിട്ടും. അതായത് നമ്മൾ ഈ 3 നെക്ലസ് അല്ലെങ്കിൽ ഫുൾ നെക്ലസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു പവർ കിട്ടില്ല. അതുകൊണ്ടാണ് ഈ 2 നെക്ലസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഫിസിക്സ് ആണ്, കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നെക്കിൾ പുഷപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാവൂ. അപ്പോൾ നമുക്ക് പഞ്ചിനും ഹൈ പവർ കിട്ടും. പിന്നെ കൈ ഫോർ ആംസിനൊക്കെ നല്ല ബലം കിട്ടുന്ന ഒരു പുഷപ്പ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന. 2 എണ്ണേ ഉള്ളൂ. ഏതൊക്കെയാണ് ഫിംഗറും നെക്കിലൂടെ വയ്ക്കുക ചെയ്യാം. അതുപോലെ ഫിംഗർ വയ്ക്കുക, ത്രീ ഫിംഗർ വയ്ക്കുക, 2 ഫിംഗർ വയ്ക്കുക. ഞാൻ നെക്കിൾ പുഷപ്പ് എടുത്തപ്പോൾ 2 എണ്ണം മാത്രമേ കൊണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും, കാണാനുണ്ടോ? ഈ 2 നെക്ലസ് ഞാൻ തട്ടിയിട്ടില്ല. ഈ 2 നെക്ലസ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള എക്സസൈസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്താണ്, ബേസിക് കിക്സ് ആൻഡ് പഞ്ച്. ഫസ്റ്റ് ബേസിക് കിക്ക് പഠിക്കുകയാണെന്ന് പറയാം. നമ്മൾ ഒരാളെ പെട്ടെന്ന് നമ്മൾ ഫ്രണ്ട് കിക്ക് എന്ന് പറയും. ഹായ് ജപ്പാൻ മയഗിരി എന്ന് പറയും. അതിനെ നമ്മൾ ഫ്രണ്ട് കിക്ക് എന്നാണ് സാധാരണ പറയുന്നത്. അതായത് നമ്മുടെ കാല് നേരെ ഇരിക്കണം. ആദ്യം നമ്മൾ സ്റ്റാൻഡ്സ് ഉണ്ട്, അതിനെ പിന്നെ ആക്കാം. ഫസ്റ്റ് നിങ്ങൾ കിക്ക് മാത്രം ചെയ്ത് പഠിച്ചാൽ മതി. നമ്മൾ ഗാർഡ് എപ്പോഴും വെക്കണം. എന്ത് ചെയ്യാതെ നമ്മൾ ഗാർഡ് വെക്കണം. കാരണം 3 ഫിംഗർ വയ്ക്കുക, 2 ഫിംഗർ വയ്ക്കുക. ഞാൻ നെക്കിൾ പുഷപ്പ് എടുത്തപ്പോൾ 2 എണ്ണം മാത്രമേ കൊണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും, കാണാനുണ്ടോ? ഈ 2 നെക്ലസ് ഞാൻ തട്ടിയിട്ടില്ല. ഈ 2 നെക്ലസ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള എക്സസൈസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്താണ്, ബേസിക് കിക്സ് ആൻഡ് പഞ്ച്. ഫസ്റ്റ് ബേസിക് കിക്ക് പഠിക്കുകയാണെന്ന് പറയാം. നമ്മൾ ഒരാളെ പെട്ടെന്ന് നമ്മൾ ഫ്രണ്ട് കിക്ക് എന്ന് പറയും. ഹായ് ജപ്പാൻ മയഗിരി എന്ന് പറയും. അതിനെ നമ്മൾ ഫ്രണ്ട് കിക്ക് എന്നാണ് സാധാരണ പറയുന്നത്. അതായത് നമ്മുടെ കാല് നേരെ ഇരിക്കണം. ആദ്യം നമ്മൾ സ്റ്റാൻഡ്സ് ഉണ്ട്, അതിനെ പിന്നെ ആക്കാം. ഫസ്റ്റ് നിങ്ങൾ കിക്ക് മാത്രം ചെയ്ത് പഠിച്ചാൽ മതി. നമ്മൾ ഗാർഡ് എപ്പോഴും വെക്കണം. എന്ത് ചെയ്യാതെ നമ്മൾ ഗാർഡ് വെക്കണം. കാരണം ഇപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്, ഞാൻ ചുമ്മാ ഇങ്ങനെ നിന്നാ ഒരാളാ അടിച്ചിട്ടങ്ങ് പോകും. അപ്പൊ നമ്മള് ഹെഡിൽ കൊള്ളും. അപ്പൊ ഹെഡിൽ നിന്ന് കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മൾ ബ്ലോക്ക് വെക്കുന്നു. അപ്പൊ അതിന് നമുക്ക് പറയാനുള്ളത്, ഈ കരാട്ടെ എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്സ് ആണ്, ഒരു ആയോധന കലയാണ്. അതിന് നമ്മളിപ്പോൾ അവിടെ എവിടെയും ചുമ്മാ ഉപയോഗിക്കുന്ന കാര്യമില്ല. നമ്മൾ ഒരാൾ നമ്മളെ വല്ലതും ചെയ്യാൻ വരുന്നു. സപ്പോസ് ഞാൻ പറയുന്നത്, കാരണം നിങ്ങൾ എന്ന് വെച്ചാൽ എപ്പോഴും ചെയ്യാൻ, ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇത് നമ്മൾ കരാട്ടെ പഠിക്കുന്നതാണ്, നമ്മൾ സെൽഫ് ഡിഫെൻസിനാണ്. അതായത് ഒരാളെ ചുമ്മാ പോയി ചൊറിഞ്ഞ് അടിക്കാൻ അങ്ങനെയൊന്നുമല്ല. ചുമ്മാ അങ്ങോട്ട് പോയി അടിക്കാനോ നമ്മൾ കാര്യം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കരാട്ടെ പഠിക്കുന്നത്. കരാട്ടെ പഠിക്കുന്നതിന് മെയിൻ ലക്ഷ്യം എന്ന് സെൽഫ് ഡിഫെൻസ് ആണ്. ഇങ്ങോട്ടൊരാൾ ചുമ്മാ വന്ന് നമ്മൾ വല്ലതും ചെയ്ത്, ഇപ്പോൾ വെളിയിൽ തന്നെ നമ്മളിപ്പം എന്താണ് നമ്മളെ കിഡ്നാപ്പിംഗ് ഉണ്ട്. അല്ലാതെ ഞാൻ പറഞ്ഞ സ്കൂളിൽ പോയി അടിക്കുക അങ്ങനെ ഞാൻ ഒട്ടും പറയൂല. അതൊന്നും ചെയ്തു പോകാത്ത കാര്യങ്ങളാണ്. ഒരു വാർത്ത വന്നതാണ്, ഷഹബാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അത്ര പ്രായമുള്ള 10 പഠിക്കുന്ന പയ്യനെ 2-3 പേര് ഇങ്ങനെ നെഞ്ചൊക്കെ ഉപയോഗിച്ച് അടിച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞായിരുന്നു. അവൻ മരിച്ചുപോയി ഗൈസ്. വളരെ വിഷമമുണ്ട് ആ കാര്യം അപ്പോൾ കേട്ടപ്പോൾ. അതായത് അവർക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ ഇത് ഒരാളെ അടിച്ചു കൊള്ളുന്ന രീതിയാണ് ഗൈസ് അവർ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൽ നഞ്ചകർണ്ണ പറഞ്ഞാൽ നമ്മൾ കരാട്ടയിൽ ഒരു കലയായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ കളരിയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഈ വാളും പരിചയൊക്കെ എന്നും പറഞ്ഞ് കളരിക്കാരും ആരെയും വെട്ടിക്കൊല്ലാനൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യം ഒരു കലയായിട്ട് തന്നെ പഠിക്കണം. അല്ലാതെ നെഞ്ചൊക്കെ ഉപയോഗിച്ചോ എനിക്കത് അറിയാം അതുകൊണ്ട് ഞാൻ അവനെ പോയി അടിക്കാം അങ്ങനെയൊന്നും വിചാരിക്കല്. നമ്മളിത് നമ്മൾ ഒരാൾ അടിക്കാനോ ഇടിക്കാനോ ഒന്നും അല്ല. ഈ നെഞ്ചൊക്കെ പ്രത്യേകിച്ച് കരാട്ടെ എന്ന് പറയുന്ന സംഭവം തന്നെ നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്യാനില്ല. ഇങ്ങോട്ട് വല്ല രീതിക്ക് വല്ല വരെയാണ് നമ്മൾ സെൽഫ് ഡിഫെൻസ് ചെയ്യാൻ മാത്രമാണ്. ആരെയും കൊല്ലാനും നമ്മൾ പഠിക്കുന്നതാണ് സെൽഫ് ഡിഫെൻസ്. പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുതാൻ സൂക്കി എന്ന് പറയുന്നത്, അതായത് മിഡിൽ പഞ്ച്, ചെസ്റ്റിലേക്കുള്ള പഞ്ചാണത്. ഇത് 2 പഞ്ചും ഇങ്ങനെ ചെയ്യരുത്. അതായത് 2 ഡയറക്ഷനിലേക്കാണ് 2 പഞ്ച് ചെയ്യാനുള്ള. 2 പഞ്ചും ഒരേ ഡയറക്ഷൻ തന്നെ ഇടിക്കാനുള്ള. നമ്മൾ കറക്റ്റ് പോയിന്റ് ഫിക്സ് ചെയ്യുക. 1 2 3 4 5 10 20 അങ്ങനെ കൂടി നിങ്ങൾ ഓരോ ദിവസം ചെയ്യുമ്പോൾ എണ്ണം കൂട്ടി കൊണ്ടുവരണം. നെക്സ്റ്റ് ഫേസിലേക്കുള്ളതാണ്. സെയിം പഞ്ച് തന്നെ ജസ്റ്റ് ഒന്ന് പൊക്കി ചെയ്യണം. ഇത് നമ്മൾ അപ്പർ പഞ്ച് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ
ജോദാൻ സൂക്കി എന്ന് പറയും. ജപ്പാന് ജോദാൻ സൂക്കി എന്നാണ് പറയുന്നത്. ഇതും 10 20 നിങ്ങൾക്ക് പറ്റുന്നതനുസരിച്ച് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ താഴേക്ക് ചെയ്യുന്നതാണ്. അതായത് ഭയങ്കര താഴെ പോകരുത്. നമ്മൾ വയറ് വരെ നമുക്ക് വരാം. ഇത് ചെസ്റ്റിലേക്കുള്ള പഞ്ച്. ഓക്കെ. അപ്പർ പഞ്ച് എന്ന് പറയുമ്പോൾ അതായത് ജോദാൻ സൂക്കി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് മുകളിലേക്ക് നമ്മുടെ മൂക്കിന്റെ നേർക്ക് വയ്ക്കണം. ഓക്കെ. കണി നേർക്ക് പോലെ മൂക്കിന്റെ നേർക്ക്. ഇനി താഴോട്ടുള്ള പഞ്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഗദാൻ സൂക്കി എന്ന് പറയുമ്പോൾ താഴേക്ക് നമ്മൾ വയറിന്റെ നേർക്ക് വയ്ക്കണം. എന്നിട്ട് അതും നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ പഞ്ചുകൾ പഠിച്ചു. ഇനി ആ പഞ്ചിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യണമല്ലോ. ഓക്കെ. അത് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്തതാണ് മിഡിൽ പഞ്ച് അല്ലെങ്കിൽ ചുദാൻ സൂക്കി എന്ന് ചെയ്തു. അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഇതാണ്. ഫസ്റ്റ് നമ്മൾ ചുദാൻ സൂക്കിയിലെ ബ്ലോക്കാണ് ഉച്ചി വയ്ക്കുക. അതായത് നമ്മൾ കൈ ഇതായി ഇങ്ങനെ ആദ്യം വെക്കണം. ഇതാണ് ബ്ലോക്ക്. ഓക്കെ. കാണിച്ചുതരാം. ഇതാണ് ബ്ലോക്ക്. ഫസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഹിപ്പി കൈ അടി എൽബോയിൽ പോകണം. ഓക്കെ. എൽബോയിൽ പോകണം. എന്നിട്ട് ഇതിങ്ങനെ ഈ മുകളിൽ ഇരിക്കുന്ന കൈ ഇങ്ങനെ അകത്തു കൂടെ കറങ്ങി വരണം. ഓക്കെ. ഇങ്ങനെ. ഓക്കെ. മനസ്സിലായല്ലോ. അടിയിൽ പോകണം, അകത്തു കൂടെ കറങ്ങി. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള് മുകളിലേക്ക് ചെയ്തു. അതായത് ജോദാൻ സൂക്കി, അതായത് അപ്പർ പഞ്ച് ചെയ്തു. അതിന് നമ്മൾ ചെയ്യാറുള്ള ബ്ലോക്ക് ഇതാണ്. ഓക്കെ. അത് കാണിച്ചു തരാം. ജസ്റ്റ് കൈ ഇങ്ങനെ ആദ്യം വെക്കണം. ഫസ്റ്റ് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഈ കൈ നമ്മൾ ഒരേ ടൈമിലാണ് ചെയ്യാറുള്ളത്. അതായത് ഈ കൈ മുകളിലിരിക്കുന്ന ബ്ലോക്ക് ചെയ്ത കൈ ജസ്റ്റ് നേരെ വെക്കണം. എന്നിട്ട് ഹിപ്പി ഇരിക്കുന്ന ആ സമയം തന്നെ ഇവിടെ വരണം. അതായത് നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഒരേ സമയത്ത് ഇത് താഴെയും ചെയ്യണം, ഇത് കൈ ഇവിടെ വരണം. ദെൻ ഈ ബ്ലോക്ക് ചെയ്ത കൈ, നേരത്തെ ബ്ലോക്ക് ചെയ്ത കൈ അകത്തു കൂടെ കയറി പോകണം. എന്നിട്ട് അത് ഇന്ന് ഇവിടെ ഇരിക്കണം. ഇങ്ങനെ വെക്കുക കൈ, ഇങ്ങനെ തന്നെ വെക്കണം. എന്നാൽ നമുക്ക് പഞ്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റും. വരിക. നെക്സ്റ്റ് ലാസ്റ്റ് നമ്മള് താഴേക്ക് ചെയ്ത പറഞ്ഞാൽ ലോവർ പഞ്ച്, അതായത് ഗദാൻ സൂക്കി. അതിനുള്ള ബ്ലോക്കാണ് കൈ ഇങ്ങനെ വെക്കുക. ബ്ലോക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് എളുപ്പമാണ് അത്യാവശ്യം. നമ്മൾ കൈ ഇവിടെ ഷോൾഡറിന്റെ കൊണ്ടുപോകുക. ഷോൾഡറിന്റെ അവിടെ കൊണ്ടുപോകുക. ഇങ്ങനെ അങ്ങനെ. ഓക്കെ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ തട്ടി മാറ്റുക. ഇങ്ങനെ ഇരിക്കുന്ന കൈ, ഹിപ്പി ഇരിക്കുന്ന കൈ വെക്കുക. തട്ടി മുകളിൽ കൂടെ തട്ടി മാറ്റുക. അടിയിൽ കൂടെ അല്ല, മുകളിൽ കൂടെ. ഓക്കെ. നിങ്ങൾക്ക് ലാസ്റ്റ് ഇത് കഴിഞ്ഞ് നിങ്ങൾ നേരെ പോകല് കോസ്റ്റ് നിങ്ങൾ മെഡിറ്റേഷൻ പോലെ സംഭവം ചെയ്യാം. കാണിച്ചു തരാം ഞാൻ. മെഡിറ്റേഷനായി നമ്മളിതാ, അതായത് നമ്മൾ ചമ്മണം കൂട്ടിയിരിക്കണം ആഹാരം കഴിക്കാൻ വേണ്ടി. അതുപോലെ ഇരിക്കുക. രണ്ട് കൈ ഫ്രീ ആയിട്ടിട്ടായി. ഓക്കെ. ഇങ്ങനെ വയ്ക്കുക. കൈ ലൂസായി താഴേക്ക് വയ്ക്കുക. ദെൻ നമ്മൾ കണ്ണടച്ച് വയ്ക്കുക. പ്രത്യേക ശ്രദ്ധിക്കുന്ന കാര്യം, കണ്ണടച്ചാൽ പിന്നെ നിങ്ങൾ വേറെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ പറഞ്ഞ നിങ്ങൾ എടുക്കുന്ന ശ്വാസവും വിടുന്ന ശ്വാസവും മാത്രം ഓർമ്മിക്കുക. വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. ഫസ്റ്റ് സ്റ്റാർട്ട്സ്. നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ നിങ്ങൾക്ക് എത്ര നേരം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ അത്രയും നേരം നിങ്ങൾ ഇരിക്കുക. 5 കണ്ണുകളൊക്കെ നിങ്ങളെ വർക്കൗട്ട് അപ്പം കഴിയുന്നതാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ടൈം, എനിക്ക് തോന്നുന്നു ടൈം ഫിക്സ് ചെയ്യാത്തതായിരിക്കും നല്ലത്. ഇപ്പം അരമണിക്കൂർ ചെയ്യും. നിങ്ങൾക്ക് ടൈം ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് മിക്കുള്ള സമയം കാണുമായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴാണ് കറക്റ്റായിട്ട് കുറേ നേരം ചെയ്യാൻ പറ്റുന്ന ആ സമയം നിങ്ങൾ പ്രിഫർ ചെയ്യുക. അരമണിക്കൂർ ഓക്കെ, ഇന്ന് അരമണിക്കൂർ ചെയ്താൽ മതി. അങ്ങനെയല്ല. നമ്മൾ എപ്പോഴാണോ എത്ര നേരത്തെ എടുത്താണോ നമ്മളെല്ലാം ചെയ്ത് കഴിയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക.